നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം പാലപ്പുറത്ത് വാഹനാപകടം. ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പാലപ്പുറം സ്വദേശി പ്രകാശാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നയാൾക്ക് പരിക്ക്. ട്രെയിൻ യാത്രയ്ക്കിടെ ഒഡീഷ സ്വദേശികളായ ദമ്പതികളുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിയെടുത്ത യുവാവ് കുഞ്ഞുമായി പാലക്കാട് പിടിയിൽ. തമിഴ്നാട് സ്വദേശി വെട്രിവേലാണ് പിടിയിലായത്. ദമ്പതികൾ ഉറങ്ങിയപ്പോഴാണ് കുഞ്ഞിനെ തട്ടിയെടുത്തത്. പെരിന്തൽമണ്ണ കൊടികുത്തിമലയെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മലയിൽ ബട്ടർഫ്ലൈ പാർക്ക് കൊണ്ടുവരും. മന്ത്രിയുടെ നേതൃത്വത്തിൽ വനം, പരിസ്ഥിതി, ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ കൊടികുത്തിമല സന്ദർശിച്ചു. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വ്യാപാരിയും CITU തൊഴിലാളികളും തമ്മിലുള്ള തർക്കം. ഒറ്റപ്പാലം താലൂക്ക് സമിതിയിലും ചൂടേറിയ ചർച്ച. സ്ഥാപന ഉടമയ്ക്കെതിരെ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപടിയെടുക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനൊരുങ്ങി മണ്ണാർക്കാട് നഗരസഭയും മൂവ് കൂട്ടായ്മയും. ഏപ്രിൽ 12-ന് കുടുംബ മതിൽ തീർക്കും. ലഹരിക്കാരെ പൂട്ടാൻ നേരിട്ടിറങ്ങി അലനല്ലൂർ പാലക്കാഴിയിലെ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ. ഒറ്റപ്പാലത്ത് കൂൾബാറുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. 7 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. ലൈസൻസ് ഇല്ലാത്തതും വൃത്തിഹീനമായി പ്രവർത്തിച്ചവർക്കുമെതിരെയാണ് നടപടി. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന പാലപ്പുറം കൈപ്പറ്റ വീട്ടിൽ 32-കാരനായ പ്രകാശാണ് മരിച്ചത്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണന് സാരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ പാലപ്പുറം NSS കോളേജിന് സമീപമാണ് അപകടം നടന്നത്. പാലക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും എതിരെ വന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന പാലപ്പുറം സ്വദേശി പ്രകാശന് സാരമായി പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ പ്രകാശിനെ ആദ്യം കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പ്രകാശിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണനും തലയ്ക്കും കാലിനും പരിക്കേറ്റു. ഉണ്ണികൃഷ്ണൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ട്രെയിൻ യാത്രയ്ക്കിടെ ഒഡീഷ സ്വദേശികളായ ദമ്പതികളുടെ 1.5 വയസ്സുകാരിയായ കുഞ്ഞിനെ തട്ടിയെടുത്ത യുവാവ് കുഞ്ഞുമായി പാലക്കാട് പിടിയിൽ. തമിഴ്നാട് ദിണ്ടിക്കൽ സ്വദേശി വെട്രിവേലിനെയാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നോർത്ത് പോലീസ് പിടികൂടിയത്. ഒഡീഷ സ്വദേശികളായ ദമ്പതികളുടെ 1 വയസ്സുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. രാത്രി 12:30യോടെയാണ് സംഭവം. ഒഡീഷയിൽ നിന്ന് ആലുവയിലേക്കുള്ള ടാറ്റാനഗർ എക്സ്പ്രസ്സിലാണ് ദമ്പതികൾ വന്നിരുന്നത്. കമ്പാർട്ട്മെന്റിൽ ആളുകൾ കുറവായതിനാൽ മാതാവ് കുഞ്ഞിനൊപ്പം സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് കുഞ്ഞിനെ ദിണ്ടിഗൽ സ്വദേശി വെട്രിവേൽ തട്ടിയെടുക്കുന്നത്. തൃശ്ശൂരിലെത്തിയപ്പോഴാണ് കുട്ടിയെ കാണാതായത് ദമ്പതികൾ അറിയുന്നത്. തുടർന്ന് തൃശ്ശൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനിടെ പാലക്കാട് വെച്ച് യുവാവിന്റെ കയ്യിൽ കുഞ്ഞിനെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ എടുത്തോളൂ എന്നായിരുന്നു വെട്രിവേൽ നൽകിയ മറുപടി. ഇതോടെ നാട്ടുകാർ യുവാവിനെ തടഞ്ഞുവെച്ച വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ദമ്പതികൾ അറിയാതെയാണ് ട്രെയിനിൽ നിന്നും കുഞ്ഞിനെ തട്ടിയെടുത്തതെന്നാണ് യുവാവിന്റെ മൊഴി. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വ്യാപാരിയും CITU തൊഴിലാളികളും തമ്മിലുള്ള തർക്കവും സമരവും ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ ചർച്ചയായി. സ്ഥാപന ഉടമയ്ക്കെതിരെ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപടിയെടുക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള 25 തൊഴിലാളികൾ കഴിഞ്ഞ 18 ദിവസത്തോളമായി സമരത്തിലാണെന്ന് ഏരിയ സെക്രട്ടറി വിശദീകരിച്ചു. തൊഴിൽ നിഷേധത്തിൽ പ്രതിഷേധിച്ച് നടക്കുന്ന സമരം സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താത്ത രീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ തർക്കം സംബന്ധിച്ച പരിഹാരത്തിന് ക്ഷേമനിധി ബോർഡ് ചർച്ച നടത്തിയിട്ടും പരിഹാരമാകാത്ത സാഹചര്യത്തിൽ ഉടമയ്ക്കെതിരെ നിയമപരമായ നടപടി വേണമെന്നാണ് CPMന്റെ ആവശ്യം. അതേസമയം വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നായിരുന്നു തൊഴിൽ വകുപ്പിന്റെ പ്രതികരണം. സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടക്കുന്നത് യന്ത്രസഹായത്തോടെയാണെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും ഉടമ സ്വന്തം നിലയിൽ നിയോഗിച്ച തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നതെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. ഇവർ അംഗീകൃത തൊഴിലാളികൾ അല്ല എന്നിരിക്കെ ഉടമയ്ക്കെതിരെ നിയമപരമായ നടപടി എടുക്കാമെന്നുമാണ് CPM നിലപാട്. ഒറ്റപ്പാലത്തെ ശുദ്ധജല പ്രശ്നം, താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തിലെ പോരായ്മകൾ, തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും സജീവ ചർച്ചയായി. യോഗത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകിദേവി അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ഗംഗാധരൻ, P ചന്ദ്രൻ, തഹസിൽദാർ CM അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. വനം വകുപ്പ് മന്ത്രി A K ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വനം, പരിസ്ഥിതി, ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ പെരിന്തൽമണ്ണ കൊടികുത്തിമല സന്ദർശിച്ചു. കൊടികുത്തിമലയെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി A K ശശീന്ദ്രൻ പറഞ്ഞു. കൊടികുത്തിമലയിൽ ബട്ടർഫ്ലൈ പാർക്ക് കൊണ്ടുവരാനും പ്രവർത്തന സമയം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചു. വനം വകുപ്പ് മന്ത്രി A K ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം, പരിസ്ഥിതി, ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനം ഇക്കോ ടൂറിസം കേന്ദ്രമായ കൊടികുത്തിമലയുടെ വികസനത്തിന് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വനം വകുപ്പ് മന്ത്രിക്ക് പുറമെ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളും MLA-മാരുമായ CK ഹരീന്ദ്രൻ, എൽദോസ് കുന്നപ്പിള്ളി, നജീബ് കാന്തപുരം എന്നിവരും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘമാണ് കൊടികുത്തിമല സന്ദർശിച്ചത്.
വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൊടികുത്തിമല വന സംരക്ഷണ സമിതി ഭാരവാഹികളുമായും മന്ത്രിയും മറ്റംഗങ്ങളും ചർച്ച നടത്തി. കൊടികുത്തിമലയെ കേരളത്തിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ ഒരുക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഒരു എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ ഇതിനെ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്കോ ടൂറിസം മേഖലയിലെ ശ്രദ്ധേയമായ ഒരു സ്ഥലമായി കൊടികുത്തി മലയെ മാറ്റാൻ നമുക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യം വിലയിരുത്തിയാണ് നിയമസഭാ കമ്മിറ്റി അതിൻ്റെ ശുപാർശകൾ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുക. അതിൻ്റെ നടപടിക്രമം അങ്ങനെയാണ്. അതുകൊണ്ടാണ് സഞ്ചാരികൾക്ക് സൂര്യോദയവും അസ്തമയവും കാണുന്നതിന് കൊടികുത്തിമലയിൽ സൗകര്യമൊരുക്കും. ഇതിനായി പ്രവർത്തന സമയം പുനഃക്രമീകരിക്കും. രാവിലെ 5:30 മുതൽ വൈകുന്നേരം 7 മണി വരെയായിരിക്കും പ്രവർത്തന സമയം. നിലവിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയായിരുന്നു പ്രവർത്തന സമയം. കൊടികുത്തിമലയിൽ ഈ മെയ് മാസത്തിൽ തന്നെ കൂടുതൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും. ബട്ടർഫ്ലൈ പാർക്ക് ആരംഭിക്കാനും തീരുമാനിച്ചു. വിവിധ പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതിന് പ്രത്യേക ഇനം ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കും. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യമൊരുക്കാൻ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുമെന്നും നാട്ടുകാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ കൊടികുത്തിമലയിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതും ഇക്കൊല്ലത്തെ വനം വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് ഈ സ്ഥലം ഉദയവും അസ്തമനവും കാണാൻ കഴിയുന്നൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ നിയമപ്രകാരം ഇപ്പോൾ 6 മണിക്കാകുമ്പോൾ താഴോട്ട് 5 മണി മുതലേ ഇറങ്ങി തുടങ്ങണം. അപ്പോൾ അസ്തമയം കാണാൻ പറ്റില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ ഉദയവും കാണാൻ പറ്റില്ല. അപ്പോൾ സന്ദർശന സമയം ദീർഘിപ്പിക്കാനാണ് തീരുമാനിച്ചത്. രാവിലെ 6 മണി മുതലും 5:30 മണി മുതലും വൈകുന്നേരം 7 മണി വരെയും. അങ്ങനെ വരുമ്പോൾ ഈ ഉച്ചനേരത്തുള്ള തിരക്ക് ഒന്ന് ഒഴിവാവുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി അടിയന്തരമായും നടപ്പിലാക്കണം എന്ന തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് എത്രയും വേഗം പൂർത്തിയാക്കാൻ DFOയും ജസ്റ്റിനും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതാണ്. കൊടികുത്തിമലയുടെ വികസനത്തിനും സംരക്ഷണത്തിനും പ്രവർത്തിക്കുന്ന വനസംരക്ഷണ സമിതിയെ മന്ത്രിയും നജീബ് കാന്തപുരം MLAയും അഭിനന്ദിച്ചു. തീരുമാനിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുന്നോടിയായി വനസംരക്ഷണ സമിതിയുടെ യോഗം ചേരും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ലഹരിക്കെതിരെ മണ്ണാർക്കാട് കുടുംബ മതിൽ തീർത്ത് പ്രതിരോധിക്കാനൊരുങ്ങി നഗരസഭയും ലഹരിവിരുദ്ധ കൂട്ടായ്മയായ മൂവ്. ഏപ്രിൽ 12 വൈകിട്ട് 5 മുതൽ 6 വരെ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെയാണ് മതിൽ തീർക്കുന്നത്. 5000 പേർ മതിലിൽ അണിനിരക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമൂഹത്തിലെ വിപത്തായി മാറിയ രാസലഹരി എന്ന മഹാമാരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായാണ് മണ്ണാർക്കാട് നഗരസഭയും മൂവ് ജനകീയ കൂട്ടായ്മയും സംയുക്തമായി മതിൽ തീർക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, ട്രേഡ് യൂണിയനുകൾ, വ്യാപാര വ്യവസായ സംഘടനകൾ, സമുദായ സംഘടനകൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വിവിധ ജനകീയ പ്രസ്ഥാനങ്ങൾ, യുവജന സംഘടനകൾ എന്നിവർ മതിലിൽ അണിനിരക്കും. സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളും കുടുംബസമേതം മതിലിൽ അണിനിരക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു. ആളുകളുടെ ഇടയിലേക്ക് ഇതിൻ്റെ അവയർനെസ് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് ഈ ഒരു സ്നേഹം അതിൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം കൊണ്ടോ ഇത് തീരുന്നില്ല ഇതിൻ്റെ പ്രവർത്തനം. കാരണം ഇതൊരു നീണ്ട പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ഇത് ഈ ഭവിച്ച ഭവിഷ്യത്തിനെ നേരിടാൻ കഴിയുള്ളൂ. കാരണം ഇതിൽ നിന്നൊരു മുക്തി നേടണം. നമ്മൾ വളരെ ശാസ്ത്രീയമായി കൊണ്ടാണ് ഇതിനെ നേരിടുന്നത്. കാരണം ഒരു ഭാഗത്ത് ഇതിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഒരു ഭാഗത്ത് ഒപ്പം തന്നെ ഇതിൽ അകപ്പെട്ടു പോയ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അവരെ അഡിക്ഷൻ സെൻറ്ററിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ, അതുപോലെ തന്നെ അഡിക്ഷൻ സെൻറ്ററിൽ എത്തിച്ച ആളുകളെ അതിൽ നിന്ന് മുക്തി നേടിയാൽ വീണ്ടും അതിലേക്ക് പോകാതെ അവർക്ക് മറ്റുള്ള മേഖലയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനും കൂടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടാണ്.
രാസലഹരിക്കെതിരെ മൂവ് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നതെന്ന് മൂവ് ചെയർമാൻ ഡോക്ടർ കെ.എ. കമ്മാപ്പ പറഞ്ഞു. മണ്ണാർക്കാട് രാസലഹരിക്ക് ഇടമില്ലെന്ന് തെളിയിക്കാൻ കുടുംബസമേതം പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഇതിൻ്റെ ഈ ലഹരിയുടെ ഏറ്റവും വലിയ വിപത്ത് അനുഭവിക്കുന്നത് ഇന്നത്തെ കാലത്ത് കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളെ നമ്മൾ സുശക്തമായിട്ടുള്ള ഒരു സംരക്ഷണ മതിൽ തീർത്തുകൊണ്ട് ലഹരിയുടെ കടന്നുകയറ്റം നമ്മൾ ചെറുത്തു നിൽക്കും. നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് കയറി വരാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ശക്തമായ ഒരു സന്ദേശം നൽകുകയാണ് ഈ കുടുംബ മതിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ചെയർമാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ പലരും ഈ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പേടിയായിരുന്നു. അപ്പോൾ ആ പേടി ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനം തുടങ്ങിയ പിന്നെ അത് മാറിയിട്ടുണ്ടെന്നുള്ളത് ശുഭോദർക്കമാണ്. അതോടൊപ്പം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഈ ലഹരിയുടെ ഈ മരണത്തിൻ്റെ വ്യാപാരികൾക്ക് മണ്ണാർക്കാടിൻ്റെ മണ്ണിൽ അവരെ ഇവിടെ അനുവദിക്കില്ല. നമ്മളെല്ലാവരും അതിനെ ചെറുക്കാൻ നമ്മൾ ഒരാളല്ല, മണ്ണാർക്കാട് മുഴുവനും ഉണ്ട് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു സന്ദേശം നൽകുകയാണ് ഈ മതിലിൻ്റെ ഉദ്ദേശം. കുടുംബമതിലിന് ശേഷം ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ സജീവമായ ജാഗ്രത തുടരുമെന്നും മൂവ് ജനറൽ കൺവീനർ എം പുരുഷോത്തമൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ നിരോധിത ലഹരി നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഈ ക്യാൻസറിൻ്റെ ഈ വിത്ത് പാകുന്ന എല്ലാവരും ക്യാമറയുടെയും മനുഷ്യരുടെയും സമൂഹത്തിൻ്റെയും കണ്ണുകളിലാണ്. ഇത് സാധ്യമല്ല എന്നൊരു രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തുമ്പോൾ, അതല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിച്ച് ഇതിലേക്ക് ചെന്ന് ചാടരുത്, ഈ ചതിക്കുഴിയിൽ നിങ്ങൾ വീഴരുത് എന്ന ഒരു സന്ദേശം അവരുടെ മനസ്സിലെത്തിക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെതിരെ നല്ല മാറ്റം വരുത്താൻ വേണ്ടി കഴിയും. ഇപ്പോൾ തന്നെ വളരെ ആശാവഹമാണ്. ഇവിടെ ചെയർമാനും കമ്മ സാറും സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മണ്ണാർക്കാടൊക്കെ വലിയ തോതിലുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ സന്ദേശം ഓരോ വീടുകളിൽ എത്തിക്കണം. ഓരോ വീടുകളും ഓരോ വീട്ടുകാരും ഇതിൻ്റെ സന്ദേശം, കാരണം ഇത് സ്വന്തം കുടുംബത്തിൻ്റെയും സ്വന്തം സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മൂവിന്റെ പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പഴേരി ഷെരീഫ് ഹാജി പറഞ്ഞു. പ്രാവർത്തികമാക്കണം. കാരണം ഇത് മണ്ണാർക്കാട് മാത്രമല്ല ഈ ലഹരി നിൽക്കുന്നത്, മണ്ണാർക്കാട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവം അല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ നെല്ലിപ്പുഴ കുത്തിപ്പുഴയുടെ ഉള്ളിൽ മാത്രമല്ല, പക്ഷേ നമ്മൾ ഈ ചെയ്യണത് മാതൃകയാക്കിക്കൊണ്ട് ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലും ഡെയിലി കാണാം, ആലപ്പുഴ അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കർണാടകയിൽ നിന്ന് വരുന്നു, മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മൾ ഈ കേരളത്തിലേക്ക് ഈ ലഹരി ഇവിടേക്ക് ഇങ്ങോട്ട് കടന്നു വരാത്ത രൂപത്തിൽ നമ്മളെ മണ്ണാർക്കാട് ഇതൊരു മാതൃകയാക്കി കാണിച്ചാൽ മറ്റുള്ള ഓരോ ഭാഗങ്ങളും ഇതുപോലെ ഇപ്പോൾ കേരളത്തിൽ 140 നിയോജകമണ്ഡലങ്ങളാണെങ്കിൽ 140 നിയോജകമണ്ഡലത്തിലും അല്ലെങ്കിൽ എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിൽ ഇത് ഏറ്റെടുത്ത് പിന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ പ്രസ്ഥാനം ഇവിടെ നടക്കില്ല. ഇവിടെ ഈ പരിപ്പ് ഇവിടെ അല്ല എന്തായാലും പറയുക അരി വേവൂല എന്ന് പറഞ്ഞ മാർക്ക് ഈ ലഹരിക്കാരെ മറ്റത് ഈ ഒറ്റയും തെറ്റിയ ആൾക്കാർ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ ഹംസ കുറുവണ്ണ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ, സേവ് മണ്ണാർക്കാട് ചെയർമാൻ ഫിറോസ് ബാബു, കൃഷ്ണദാസ് കൃപ, പ്രശോഭ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലഹരി വിൽപ്പനക്കാരെ പൂട്ടാൻ അലനല്ലൂർ പാലക്കാഴിക്കാർ. ലഹരി വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ തക്ക ശിക്ഷ നൽകി പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പൊതുയിടങ്ങളിൽ പരസ്യ ബോർഡുകൾ കാണാം. ഇവിടെ പാലക്കാഴിയിലെ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മയാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. രാത്രിയിൽ ഇവരുടെ നിരീക്ഷണവും പ്രദേശത്തുണ്ട്. പാലക്കാഴിയിൽ വന്ന് ലഹരി ഉപയോഗവും വിൽപ്പനയും നടത്തിയാൽ നാട്ടുകാർ കൈയോടെ പോക്കും. പിന്നെ കാര്യങ്ങൾ വഷളാകും. ലഹരി കൈമാറ്റവും ഉപയോഗവും ഇവർ എങ്ങനെ അറിയുമെന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം നിസ്സാരം. രാത്രികാലങ്ങളിൽ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ അംഗങ്ങളുടെ നിരീക്ഷണത്തിലാണ് പ്രദേശം. വെള്ളിയാർ പുഴയിലെ വാക്കയിൽക്കടവ്, ഒഴിഞ്ഞ പറമ്പുകൾ, ഊടുവഴികൾ, അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധയെത്താത്ത ഭാഗങ്ങളിൽ ഇവർ കറങ്ങി നടക്കും. ലഹരി പദാർത്ഥങ്ങളുമായി പിടികൂടിയാൽ തക്ക ശിക്ഷ നൽകി പോലീസിൽ ഏൽപ്പിക്കും. അതിന് ഇടവരുത്തരുതെന്ന് മുന്നറിയിപ്പായാണ് ഇവർ പ്രദേശത്തെ 8 ഇടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചത്. ലഹരി തങ്ങളുടെ നാട്ടിൽ കയറ്റില്ലെന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഓരോ ആളുകളുമെന്ന് KP സുധീർ ബാബു പറഞ്ഞു. മറ്റുള്ള നാട്ടുകളിൽ നിന്ന് വന്ന് ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി വേറെ ആളുകൾ പുറത്തുനിന്ന് വന്ന് ഇവിടെ നമ്മുടെ കുട്ടികളെ വഴി തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധം എന്ന നിലക്ക്, ഒരു മുന്നറിയിപ്പ് എന്ന നിലക്കാണ് ഈ ബോർഡുകൾ വെച്ചിരിക്കുന്നത്. കുട്ടികൾ ലഹരിക്ക് പിറകെ പോവാതിരിക്കാനുള്ള എല്ലാ പ്രതിരോധവും പാലക്കാഴിക്കാർ സ്വീകരിക്കുമെന്ന് K. അയ്യൂബ് പറഞ്ഞു. ഇവിടെ വന്നുകൊണ്ട് വിൽക്കാനോ കുട്ടികൾക്ക് കൊടുക്കാനോ ഞങ്ങൾ ഇവിടെ അനുവദിക്കുന്നതല്ല. ആ ബോർഡിൽ പറയുന്ന പ്രകാരം ഞങ്ങൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും. കാളികൾക്ക് അടി കിട്ടിയാൽ അത് വാങ്ങും വേണ്ടി വരും എന്നുള്ളതന്നെയാണ് ഞങ്ങൾ ആ ബോർഡിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും. ഞങ്ങൾ നിയമം കയ്യിലെടുക്കില്ല, ഞങ്ങൾ നിയമപാലകരെ കയ്യിലേക്ക് കൊടുക്കുകയേ ചെയ്യുള്ളൂ. രാഷ്ട്രീയമോ മറ്റ് ചേരിതിരിവോ ഇല്ല.
എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഇതെന്ന് നസീബ് പാലക്കാഴി. ഇതിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല. നാട്ടിലെ ക്ലബ്ബുകൾ, യുവജന കൂട്ടായ്മകൾ, ചാറ്റുകൾ, അതുപോലെ തന്നെ പള്ളി, അമ്പലം എല്ലാവരും ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയാണ് രൂപീകരിച്ചിട്ടുള്ളത്. പ്രദേശത്തെ പ്രാദേശിക മദ്യകച്ചവടക്കാർക്ക് നൽകുന്ന താക്കീതും കഴിഞ്ഞെന്ന് ഇവർ പറയുന്നു. 8 സ്ഥലങ്ങളിൽ ഈ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ 8 സ്ഥലങ്ങളിൽ ഞങ്ങൾ നിരീക്ഷണത്തിലാണ്. ഞങ്ങൾ ഈ ബോർഡ് വെച്ചതിന് ശേഷം അവിടെ വന്നുകൊണ്ട് പല ആളുകളും ഞങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. താക്കീത് കൊടുത്ത് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. MDMA പോലുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടില്ല. മദ്യമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർക്ക് താക്കീതും കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇനി താക്കീത് ഉണ്ടാവില്ല എന്നുള്ളതും കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ഇവർ ബോർഡുകൾ സ്ഥാപിച്ചത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും കൂട്ടായ്മ നടത്തിവരുന്നുണ്ട്. ഒറ്റപ്പാലം നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം കൂൾ ബാറുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും മിന്നൽ പരിശോധന നടത്തി. 7 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. 13 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ്, കണ്ണിയമ്പുറം പ്രദേശങ്ങളിലെ കൂൾ ബാറുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് ഹെൽത്ത് സ്ക്വാഡ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാത്തതും വൃത്തിഹീനമായതും നിരോധിത പ്ലാസ്റ്റിക് സൂക്ഷിച്ചതിനും ഗോൾഡൻ പ്ലാസയിലുള്ള ഫ്രഷ് കൂൾ ബാർ എന്ന സ്ഥാപനം അടച്ചുപൂട്ടാനും ന്യൂനതകൾ പരിഹരിച്ച് നിയമാനുസൃത ലൈസൻസിനായി അപേക്ഷിക്കുവാനും നിർദ്ദേശം നൽകി. കണ്ണിയമ്പുറത്തുള്ള സിയ വെജിറ്റബിൾസിനും ദേ മീൻകട എന്ന തട്ടുകടയ്ക്കും സ്ഥാപനത്തിന്റെ പരിസരത്തെ മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചതിന് 5000 രൂപ വീതം പിഴ ചുമത്തി നോട്ടീസ് നൽകി. കൂടാതെ സീഗോ ബേക്കേഴ്സ്, ഹോട്ടൽ അശോക് ഭവൻ, ആലിഫ് ബേക്കറി, സ്റ്റാൾ നമ്പർ 25 എന്നീ സ്ഥാപനങ്ങൾക്ക് ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിനും വാട്ടർ ടാങ്ക് വൃത്തിഹീനമായതിനും ഭക്ഷ്യവസ്തുക്കൾ തുറന്നുവച്ച് കച്ചവടം നടത്തിയതിനും 2000 രൂപ വീതം പിഴ ചുമത്തി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം 3-ാം വാർഡിൽ 14 ഭാഗത്തുള്ള പാലവീട്ടിൽ 10ഓളം കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ. വീട്ടിലേക്കെത്താൻ നല്ല ഒരു വഴി ഇല്ലെന്നതാണ് ഇവരുടെ പ്രശ്നം. പഞ്ചായത്തിലും ഗ്രാമസഭകളിലുമെല്ലാം പല പ്രാവശ്യം ഉന്നയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു. 10ഓളം വീട്ടുകാരാണ് കോട്ടപ്പുറം 14 ഭാഗത്ത് താമസിക്കുന്നത്. കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷൻ മെയിൻ റോഡിൽ നിന്നും 150 മീറ്ററോളം ഇവിടേക്കുള്ള പാത കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി പാടത്തുകൂടിയുള്ള 200 മീറ്ററിലധികം ദൂരം വരുന്ന വഴിയാണ് കാടുമൂടി കാൽനടയാത്രയ്ക്ക് പോലും യോഗ്യമല്ലാതെ കിടക്കുന്നത്. ഒരു പ്രാവശ്യം പഞ്ചായത്തിൽ നിന്നും അധികാരികൾ വന്ന് ഈ വഴി അളക്കുകയും കയറുകെട്ടി കോൺക്രീറ്റിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ പദ്ധതി മറ്റൊരു റോഡിലേക്ക് മാറ്റുകയാണ് ഉണ്ടായതെന്ന് കുടുംബങ്ങൾ പറയുന്നു. മഴക്കാലത്ത് പാടത്ത് വെള്ളം കയറിയാൽ ഇവർ ഒറ്റപ്പെടുന്ന സ്ഥിതിയാകും. പലപ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാറില്ല. മാത്രമല്ല, മെയിൻ റോഡിൽ നിന്നും ഒഴുകിവരുന്ന മഴവെള്ളം മുഴുവൻ ഇവരുടെ ഈ സ്ഥലത്തേക്കാണ് എത്തുന്നത്. തെരുവിളക്ക് പോലും ഈ ഭാഗത്ത് ഇല്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. ഞങ്ങൾക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഇല്ലെങ്കിൽ റോഡോ ഒരു പൈപ്പ് ലൈനോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഭരണസമിതി അനുവദിച്ചു തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ വഴി ഇവിടെ കയറ് കെട്ടിയിട്ട് അതൊരു കോൺക്രീറ്റിന്റെ വക്ക് വരെ എത്തിയ ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് 1 മാസത്തിന് ശേഷം അത് മറ്റൊരു സ്ഥലത്ത് കോൺക്രീറ്റ് ഇടുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ കണ്ടത്. പല പ്രാവശ്യവും ഞങ്ങൾ ഗ്രാമസഭയിലായാലും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലായാലും ഞങ്ങൾ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരിടത്തുനിന്നും ഞങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളോ ഒരവസ്ഥയോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾ സ്ത്രീകൾ ഇത് മുന്നോട്ട് വെക്കാമെന്ന് തീരുമാനിച്ചത്. ഞങ്ങളിത് ഒരു ഭരണസമിതിക്ക് എതിരായിട്ടല്ല, ഞങ്ങളുടേതായ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 6 മാസം ഞങ്ങൾ വെള്ളക്കെട്ടിലാണ് ജീവിക്കണത്. ക്ഷുദ്രജീവികളായാലും മറ്റും ഞങ്ങളുടെ വീട്ടിൽ കയറി വരുന്ന അവസ്ഥയാണ്. ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളെ സ്കൂളിലേക്ക് 8ലും 9ലും പഠിക്കുന്ന മക്കളാണ്. അവരെ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഇത് എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിക്കാന്നുള്ളൂ. കഴിഞ്ഞു മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടേക്ക് 50 രൂപ കൊടുത്ത് നമ്മളൊരു ഹരിതകർമ്മസേന വരുന്നുണ്ട്. അവര് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല. പിന്നെ നികുതി അടക്കി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ഷന്റെ ആവശ്യത്തിനുമാണ് ഞങ്ങൾ അന്വേഷിച്ച് ഇവിടേക്ക് ഒരു ആൾക്കാർ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് പോകണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വയ്യാതെയാലോ മരിച്ചാലോ ഞങ്ങൾക്കൊന്ന് പുറം ലോകത്തേക്ക് എത്തിപ്പെടാൻ ഒരു മാർഗവും ഇല്ല. ഇവിടുന്ന് എത്ര പ്രാവശ്യം വഴുക്കി വീണിട്ടായാലും ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പഞ്ചായത്തിലും ഗ്രാമസഭകളിലും പല പ്രാവശ്യം തങ്ങളുടെ ദുരിതം ഉന്നയിച്ചതാണെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. രാത്രിയായാൽ പന്നികളുടെയും കുറുക്കന്മാരുടെയും ശല്യവും വലിയ ഭീഷണിയായിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും അമ്പലപ്പാറയിൽ വീട് തകർന്നു. ഒറ്റപ്പാലം അമ്പലപ്പാറ 6-ാം വാർഡ് ചെറുമുണ്ടശ്ശേരി വാരപ്പറമ്പിൽ ഗോപാലകൃഷ്ണന്റെ വീടാണ് തകർന്നത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം നടന്നത്. വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച പുലർച്ചെയും ശക്തമായ രീതിയിൽ കാറ്റും മഴയും ഉണ്ടായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഇവരാരും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അയൽവാസിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു.
അതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മേൽക്കൂര പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്മാരക സൗധം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് ഉത്തരവാദിത്തം നിർവഹിക്കുമെന്ന് തങ്ങൾ പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതിക്കെതിരെ കോടതിയെ സമീപിക്കാൻ മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി തീരുമാനിക്കുകയും അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ MP-യെ ചുമതലപ്പെടുത്തുകയും ചെയ്തുവെന്ന് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിനിടെ പറഞ്ഞു. വഖഫ് വിഷയത്തിൽ രാജ്യവ്യാപകമായി മുസ്ലിം ലീഗ് പ്രക്ഷോഭം നടത്തും. 16-ന് കോഴിക്കോട്ട് പ്രക്ഷോഭ റാലി സംഘടിപ്പിക്കും. വഖഫ് മുസ്ലിം ലീഗിന്റെ മാത്രം വിഷയമല്ലെന്നാണ് ബില്ലിനെതിരെ പാർലമെന്റിലെ പ്രതിപക്ഷ ഐക്യം വ്യക്തമാക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലുകൾ പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ ഇത്തരം ഐക്യങ്ങൾ രൂപപ്പെടുന്നതാണ് ജനാധിപത്യത്തിന്റെ രീതി. പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും സാദിഖ് അലി തങ്ങൾ മണ്ണാർക്കാട് പറഞ്ഞു. രാജ്യത്തിന്റെ ഭരണകൂടം അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കും. അതാണ് ബോർഡ്. കേന്ദ്ര സംസ്ഥാന ബോർഡുകൾ ചുമതല അതാണ്. ദൈവത്തെ ഏൽപ്പിക്കുന്ന സ്വത്തുക്കളുടെ ഉത്തരവാദിത്വം സംരക്ഷണം അത് രാജ്യത്തെ ഗവൺമെന്റും ഏറ്റെടുക്കുന്നു. അതിനനുസൃതമായ നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു. പക്ഷെ ഇപ്പോൾ അതിന് മറികടന്നുകൊണ്ടുള്ള ചില ഭേദഗതികളാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ആരോടും കൂടി ആലോചിച്ചിട്ടില്ല. ഇത്രയും അഗാധമായ ആഴത്തിലുള്ള വഖഫ് സമ്പ്രദായം അതിനെ സംബന്ധിച്ച് വരി എഴുതണമെങ്കിൽ തന്നെ ഒരുപാട് കൂടിയാലോചനകൾ ആവശ്യമാണ്. പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ആരോടും കൂടിയാലോചിച്ചിട്ടില്ല. BJP-യുടെ ചില ആൾക്കാരെ എഴുതിയുണ്ടാക്കി, അവിടെ സമർപ്പിച്ചു, പേര് JPC-യെ ഏൽപ്പിച്ചു. JPC-യും കാര്യമായിട്ട് ആരുടെയും അഭിപ്രായങ്ങൾ തേടിയില്ല. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ തേടിയില്ല. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് രാജ്യത്ത് സാമുദായിക ചേരിതിരിവുണ്ടാക്കി ലാഭം കൊയ്യാനാണ് കേന്ദ്രത്തിൽ BJP-യും കേരളത്തിൽ ഇടതുമുന്നണിയും ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA പറഞ്ഞു. മുനമ്പം വിഷയം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതാണ്. ഭേദഗതി വന്നതിന് തൊട്ടുപിന്നാലെ മുനമ്പം വിഷയം പരിഹരിക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കാപട്യമാണെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത PK കുഞ്ഞാലിക്കുട്ടി MLA പറഞ്ഞു. ആ നിയമം പാസ്സാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാനാണ് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കണം, അതല്ലാതെ ഒരു ഉദ്ദേശം അതിനില്ല. ആ സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കുക, എന്നിട്ട് ഈ പറഞ്ഞ കോടിക്കണക്കിന് ഉറുപ്പികയുടെ വഖഫ് ചെയ്ത പ്രോപ്പർട്ടീസ് കയ്യിലാക്കുക, അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും പ്രബല ന്യൂനപക്ഷത്തെ മുസ്ലിം സമുദായത്തെ വീണ്ടും വിഷമത്തിലാക്കുക. ഇന്ത്യയുടെ മതേതരത്വം നശിച്ചാലും തർക്കമില്ല, അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇത് നോക്കി കണ്ടാലും വിരോധമില്ല. ആ രീതിയിലുള്ളൊരു സമീപനം എടുത്ത് പോകുന്നതിൽ യാതൊരു മടിയും. നമ്മുടെ മുൻപത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് അധികാരമുണ്ട്. ഇതുവരെ അധികാരം എവിടെയായിരുന്നു? അപ്പോൾ അവിടെ അവർ ചെയ്യുന്നതും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് ഇവിടെ ചെയ്യുന്നതും ഒക്കെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശമായി മാറുകയാണ്. അവർ ചെയ്യുന്നതും ഇവർ ചെയ്യുന്നതും സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്നുകൊണ്ട് ഇവിടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞു, ഈ കേരള ഗവൺമെൻറ്റിനോട് മുനമ്പത്തെ വിഷയം നിങ്ങൾ വേഗം സോൾവ് ചെയ്യണം. ഞങ്ങളാരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവിടെ കാലങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് മതപരമായ അടിസ്ഥാനത്തിൽ തന്നെ സമാധാനപരമായി അത് കൊടുക്കാനുള്ള വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലയൻ അധ്യക്ഷത വഹിച്ചു. ലീഗ് ഹൌസിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച പായസ ചലഞ്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യൂണിറ്റുകളെ ചടങ്ങിൽ ആദരിച്ചു.
നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച MLA ഷംസുദ്ദീൻ, ചെയർമാൻ C മുഹമ്മദ് ബഷീർ എന്നിവർക്ക് പുരസ്കാരം കുഞ്ഞാലിക്കുട്ടി MLA സമ്മാനിച്ചു. ലീഗ് സംസ്ഥാന സെക്രട്ടറി N ഷംസുദ്ദീൻ MLA, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ജനറൽ സെക്രട്ടറി T സിദ്ദിഖ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി, ട്രഷറർ ആലിപ്പു ഹാജി, മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ, പൊൻപാറ കോയക്കുട്ടി, കല്ലടി അബൂബക്കർ, TS സലാം, കളത്തിൽ അബ്ദുള്ള, ഗഫൂർ കോൽക്കളത്തിൽ, നാസർ കൊമ്പത്ത്, ബഷീർ തെക്കൻ, റിയാസ് നാലകത്ത്, നൌഫൽ കളത്തിൽ, മുസ്തഫ വറോഡൻ, മുനീർ താളിയിൽ, റഫീഖ പാറക്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ബസ് സംരക്ഷണ യാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി. ബസ് വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സംഘടന ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്ന് ജാഥ ക്യാപ്റ്റനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ T ഗോപിനാഥൻ ആവശ്യപ്പെട്ടു. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ഏപ്രിൽ 3 ബസ് സംരക്ഷണ ജാഥ ആരംഭിച്ചത്. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്ത ജാഥ വിവിധ ജില്ലകളിൽ പര്യടനം നടത്തി. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക, ഗതാഗത നയം നടപ്പിലാക്കുക, മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയ ഉത്തരവുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് സംരക്ഷണ ജാഥ നടത്തുന്നത്. ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി. സംസ്ഥാനത്ത് 28,000-ഓളം സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കേവലം 7,000-ഓളം ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഈ വ്യവസായത്തിന്റെ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ സാധാരണ ഞങ്ങളുടെ സമര രീതികളൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ഏതെങ്കിലും ഞങ്ങളുടെ സംഘടനയുടെ ഏതെങ്കിലും ഓഫീസിലിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ മുറികളിലോ ഇരുന്ന് ഞങ്ങള് ഈ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകളും ഇത്രാം തീയതികൾ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ബസ്സുകളൊക്കെ നിർത്തിവെക്കാനുള്ള സംഘടനാ ശക്തിയുള്ള സംഘടനകൾ തന്നെയാണ് ഞങ്ങളെങ്കിലും ഇത്തവണ ഞങ്ങളുടെ ജനങ്ങളെ, യാത്രക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് മുമ്പായി തന്നെ ഞങ്ങളുടെ വിഷയങ്ങൾ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഇത്തരത്തിൽ ഈ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം സമര പരിപാടിയുമായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി T ഗോപിനാഥനാണ് ജാഥ ക്യാപ്റ്റൻ. പ്രസിഡന്റ് PK മൂസ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VS പ്രദീപ്, N വിദ്യാധരൻ, K രാധാകൃഷ്ണൻ, PK പവിത്രൻ, B ശ്രീകുമാർ, ജോസുകുട്ടി മുളകുപാടം എന്നിവർ ജാഥ അംഗങ്ങളാണ്. കേരളത്തിലെ ബസ് വ്യവസായം പ്രതിസന്ധിയിലാണെന്നും ബസ് മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും ജാഥ ക്യാപ്റ്റൻ T ഗോപിനാഥൻ പറഞ്ഞു. മിനിമം ചാർജ് 5 രൂപയാക്കണമെന്നും ഈ സർക്കാരിന്റെ മുമ്പിൽ വെച്ചിട്ടും ആ സർക്കാർ നൽകിയ റിപ്പോർട്ടുകൾ മുഴുവൻ, ആ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് മുഴുവൻ സർക്കാർ ആ റിപ്പോർട്ടുകളുടെ മേലെ അടയിരുന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇത്തരവും സമരവുമായിട്ട് മുന്നോട്ട് വരേണ്ടി വന്നത്. മാത്രവുമല്ല, ഞങ്ങളുടെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ 140-ലധികം ദൂരം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ഒരു ദിവസം ഏകപക്ഷീയമായി നിങ്ങൾ റോഡുകളിൽ നിന്ന് പിൻവലിക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള തുച്ഛമായ പണവും അതിലേറെ പണം ഭീമമായ പലിശയ്ക്ക് ഞങ്ങൾ കടം വാങ്ങിയും ഒരു വ്യവസായം നടത്തിക്കൊണ്ടുപോകുക, 3-4 ആളുകൾക്ക് തൊഴിൽ നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ ബസ്സുകൾ ഒരു ദിവസം പ്രഭാതത്തിൽ നിങ്ങൾ നടത്തേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതെല്ലാം ഞങ്ങൾക്ക് സർക്കാർ KSRTC കൊണ്ട് നടത്തിക്കൊള്ളാം എന്നാണ് സർക്കാർ പറയുന്നത്. ഇത്തരം കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ഇതിലെ തൊഴിലാളികൾ എന്ത് ചെയ്യണമെന്ന് ഈ സർക്കാർ പറയുന്നില്ല. ബസ് സംരക്ഷണ ജാഥ ഏപ്രിൽ 9 തിരുവനന്തപുരത്ത് സമാപിക്കും. ലെൻസ്ഫെഡ് ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കേസ്മാർട്ടും കേരള സമൂഹവും എന്ന വിഷയത്തിൽ ഏപ്രിൽ 8 സെമിനാർ സംഘടിപ്പിക്കും. K പ്രേംകുമാർ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ പഞ്ചായത്ത് സേവനങ്ങൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേസ്മാർട്ടും കേരള സമൂഹവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 8 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് 19-ാം മൈലിൽ ഷാലൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സെമിനാർ നടക്കും. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ മാസം 10-ാം തീയതി നടപ്പിലാക്കാൻ പോകുന്നു. എല്ലാ പഞ്ചായത്തുകളും ഇത് ഓൾറെഡി നമ്മുടെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും നഗരസഭകളിലും അതുപോലെ കോർപ്പറേഷനുകളും നടപ്പിലാക്കി കഴിഞ്ഞു. ഏകദേശം 1 വർഷത്തോളം ഇത് നടപ്പിലാക്കിയിട്ട് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം നല്ലൊരു ഉദാഹരണത്തോടുകൂടി
അതുപോലെ വരവേൽപ്പോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതിനെ സ്വാഗതം ചെയ്യണം. കേസ്മാർട്ട് എന്നുള്ള ആ ഒരു സംവിധാനത്തെ പദ്ധതിയെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ചെറിയ അപാകതകൾ, അത് സർവേയറിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ലായ്മ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിജ്ഞാനം ലഭിക്കാത്തൊരവസ്ഥ, അങ്ങനെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ലഭ്യത കുറവ്, അങ്ങനെ കുറച്ച് കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെല്ലാം പൂർണ്ണമായിട്ട് പരിഹരിച്ചുകൊണ്ട് തന്നെ നമ്മളെല്ലാ പഞ്ചായത്തുകളും നടപ്പിലാക്കുന്നതിന് പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വി കൃഷ്ണകുമാർ അധ്യക്ഷനാകും. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് മുഖ്യാതിഥിയാകും. ബിൽഡിംഗ് റൂൾ കമ്മിറ്റി കൺവീനർ ടി ജാബിർ വിഷയാവതരണം നടത്തും. ലെൻസ്ഫെഡ് സംസ്ഥാന ട്രഷറർ ടി ഗിരീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് ടൗൺ പ്ലാനർ IKMന്റെ പ്രതിനിധി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ, ട്രഷറർ B രാജേഷ്, കറസ്പോണ്ടന്റ് സെക്രട്ടറി AR വിജയഭാസ്കർ, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി M സനോജ്, ട്രഷറർ മഹേഷ്, TP സജീഷ്, MV മണികണ്ഠൻ, ശ്രീജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. കേസ്മാർട്ട് അപാകതകൾ ഇല്ലാതെ നടപ്പിലാക്കണമെന്നും ലെൻസ്ഫെഡ് ആവശ്യപ്പെട്ടു. ജ്യോതിഷ പണ്ഡിതനും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ സപ്തതിയുടെ നിറവിൽ. സ്നേഹവും സൗഹാർദ്ദവും പകർന്ന് എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ആ മഹൽ വ്യക്തിയുടെ സപ്തതി ആഘോഷിച്ചു. സ്നേഹാർദ്ര സപ്തതി എന്ന പേരിൽ പാലൂർ കളരിയിൽ വിപുലമായ പരിപാടികളാണ് നടന്നത്. മതപരവും രാഷ്ട്രീയപരവുമായ വേർതിരിവുകളും ആശയപരമായ ഭിന്നതകളും മനുഷ്യസ്നേഹബന്ധത്തിന് തടസ്സമല്ല എന്നതിന് വലിയ ഉദാഹരണമാണ് പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ. മറ്റുള്ളവരോട് എപ്പോഴും സ്നേഹവും സൗഹൃദവും കൂടുമ്പോൾ മനുഷ്യർ വിനയമുള്ളവരാകും. മനുഷ്യരുടെ സങ്കടത്തിലും സഹനത്തിലും സന്തോഷത്തിലുമെല്ലാം പങ്കുചേർന്ന അനുഗ്രഹീതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് പാലൂർ കളരിയിലെ കാരണവരായ ഉണ്ണികൃഷ്ണ പണിക്കർ. മാനവികതയിൽ ഊന്നി അദ്ദേഹം സാമൂഹ്യ നന്മ നിർവഹിച്ചു പോരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് നടക്കാറുള്ള സാംസ്കാരിക മതസൗഹാർദ്ദ സദസ്സുകൾ. ജീവിത സുഖ സൗഖ്യത്തിന് പരിഹാരം തേടി ജാതിമത ഭേദമന്യേയുള്ള വിശ്വാസികൾ പാലൂർ കളരിയിലെ പണിക്കന്മാരെ തേടിയെത്തുന്നത് പതിവാണ്. ഈ പാലൂർ കളരിയിലെ മൂത്ത കാരണവരാണ് ജ്യോതിഷത്തിൽ അഗാധ പാണ്ഡിത്യവും അനുഭവ സമ്പത്തുമുള്ള ഉണ്ണികൃഷ്ണ പണിക്കർ. ഒരു ദിവസം നീണ്ടുനിന്ന വിപുലമായ പരിപാടികളോടെ നടന്ന ഉണ്ണികൃഷ്ണ പണിക്കരുടെ 70ാം പിറന്നാൾ ആഘോഷം പാലൂരിലെ മറ്റൊരു ഉത്സവമായി. വെള്ളിയാഴ്ച പുലർച്ചെ സുഹൃതയജ്ഞ കർമ്മങ്ങളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. രാവിലെ 10 മണിക്ക് നടന്ന അനുമോദന സദസ്സ് മുൻ മന്ത്രിയും MLAയുമായ AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് 70 വർഷം പിന്നിടുന്നതെന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ 50കളിലും ഞാൻ കണ്ടിട്ടുണ്ട്, 60കളിലും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ 70ലും കാണുന്നു. 80ലും 90ലും 100ലുമൊക്കെ അദ്ദേഹത്തെ കാണുവാനുള്ള അവസരം അദ്ദേഹത്തിന് എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യാസവും എനിക്ക് ദശാബ്ദങ്ങൾ കടന്നു പോകുമ്പോഴും വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഏതായാലും ഈ ഒരു ആഘോഷം അത് അദ്ദേഹത്തിൻ്റെ സപ്തതി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ ഏറ്റവും സന്തോഷകരമായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിലും അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ മുമ്പ് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ മതിലുകളൊന്നിനുമില്ല, അതിർവരമ്പുകളൊന്നിനുമില്ല. എല്ലാവരും ഒരുപോലെ ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേരുന്ന ഒരു സംഗമ സ്ഥലമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാട് ഇന്ന് ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള ഇടങ്ങൾ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത്ര ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ഒരു മാതൃകയാണ് എന്ന് പറയുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ വി ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഇക്ബാൽ പി രായിൻ ആമുഖ പ്രഭാഷണം നടത്തി. മുൻ MLA CP മുഹമ്മദ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ, പട്ടാമ്പി നഗരസഭ മുൻ ചെയർപേഴ്സൺ C സംഗീത, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, NP വിജയകൃഷ്ണൻ, തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, ഷിബു ചെറിയാൻ, ഡോക്ടർ VM വാസുദേവൻ, PG സാഗരൻ, KK ഹൈദ്രസ് ഹാജി,
പനങ്ങാട് രാജഗോപാൽ, CV മുരളി തുടങ്ങിയവർ സംസാരിച്ചു. നടത്താൻ കഴിയുന്ന ആളുകൾക്കാണ് എപ്പോഴും ഒരു പൊതുപ്രവർത്തകനാകാനും അല്ലെങ്കിൽ നാടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയായിട്ട് മാറാനും കഴിയാം. അത് നമ്മളുടെ ഉണ്ണികൃഷ്ണ പണിക്കർക്ക് അല്ലെങ്കിൽ സ്നേഹപൂർവ്വം വല്യേട്ടൻ എന്നും തങ്കേട്ടൻ എന്നും വിളിക്കുന്ന അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന സപ്തതി ആഘോഷത്തിൻ്റെ വേളയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളിലും നിറഞ്ഞു നിൽക്കുന്നത്. തൻ്റെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും തൻ്റെ അനിതര സാധാരണമായ സ്നേഹപ്രകടനം കൊണ്ടും ശ്രീ ഇക്ബാൽ റായിൻ ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ വലിയ അനുഗ്രഹീതമായ ഒരു സ്വഭാവ ഗുണത്തിൻ്റെ ഉടമസ്ഥനാണ് എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഖമുദ്ര സ്നേഹമാണ്. ആ സ്നേഹത്തെക്കുറിച്ചും ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഒരുപാട് നാളത്തെ പരിചയമൊന്നുമില്ലെങ്കിലും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി വന്നതിന് ശേഷം ഉള്ളൊരു പരിചയം, അതിനപ്പുറത്തേക്ക് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ സദാസമയവും പുഞ്ചിരിച്ച് കാണുന്ന ഒരു പണിക്കര്. അതോടൊപ്പം നമുക്കറിയാം ജ്യോതിഷ പണ്ഡിതൻ എന്നതിനപ്പുറത്തേക്ക് സാമൂഹികമായും സാംസ്കാരികമായും വലിയൊരു നിറസാന്നിധ്യമായിരുന്നു നമ്മുടെ ഈ പഞ്ചായത്തിൽ മാത്രമല്ല, നമുക്ക് ചുറ്റിലും അദ്ദേഹം വളരെ പുഞ്ചിരിയോടെ നിറസാന്നിധ്യമായി നിന്നിരുന്ന ഒരു വ്യക്തി. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഈ ഒരു ജനപ്രതിനിധിയാണ് സമയത്ത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാല ജീവിതം ദൈവം ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ സപ്തതി ആഘോഷത്തിൽ പങ്കുകൊണ്ടു. സ്നേഹ സപ്തതി എന്ന ആ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ശീർഷകം അദ്ദേഹം നൽകുകയും ചെയ്തു. നവചരിതം ആട്ടക്കഥയിൽ ദമയന്തി നളനോട് പറയുന്ന ഒരു പദമുണ്ട്: സ്നേഹസദൃശം ചെയ്യുക സ്മരണവും. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്തിനനുസരിച്ച് എന്നെ സ്മരിച്ചാലും എന്നാണ് അതിൻ്റെ പൊതുവായ അർത്ഥം. ആ നിലയ്ക്ക് ഈ പാലൂർ ദേശക്കാർ മാത്രമല്ല, തൊട്ടടുത്ത കുലാമന്തോൾ ദേശക്കാർ മാത്രമല്ല, വള്ളുവനാട്ടുകാർ മാത്രമല്ല, കേരളീയർ മാത്രമല്ല, അകേരളീയർ വരെ, പ്രവാസികൾ വരെ സ്നേഹ സദൃശം സ്മരിക്കുന്ന വ്യക്തിത്വമാണ് പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ. സ്നേഹാർദ്രം ചടങ്ങ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് കലാവിരുന്നും ഗസൽ രാവും അരങ്ങേറി. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഈ ദിനത്തിൽ എല്ലാവരും ഒന്നിച്ചു കൂടിയത് സുഹൃത്തമായാണ് കാണുന്നതെന്ന് പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പറഞ്ഞു. ഇന്നത്തെ ഈ ദിവസം ഒരു സുഹൃത്തമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇവിടെ നാട്ടുകാരും ബന്ധുക്കാരും സുഹൃത്തുക്കളും എന്ന് വേണ്ട എല്ലാ മേഖലയിൽ നിന്നുള്ള മനുഷ്യഹൃദയങ്ങൾ ഒന്നായി ചേർന്ന ഒരു നിമിഷമായിരുന്നു ഇന്ന്. ഒരു ജീവിതത്തിൽ എൻ്റെ ജീവിതം ധന്യമായി എന്ന് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് നന്ദി ഞാൻ ആരോട് പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ പാലൂരപ്പനോടും എൻ്റെ പാലൂർ കളരിയിലെ പൈതൃകമായ ഗുരുകാരണവന്മാർക്ക് മാത്രം. എല്ലാവരുടെയും സ്നേഹവും ഇന്നത്തെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഇന്നത്തെ കൂട്ടായ്മ, ഇന്നത്തെ ഈ ഒരു യോഗം, അത് വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് എന്ന് ഞാൻ പറയുന്നു. എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഏപ്രിൽ 11 വെള്ളിയാഴ്ച
പങ്കുനി ഉത്സവം നടക്കും. രാത്രി കോട്ടയ്ക്കൽ PSV നാട്യസംഘം അവതരിപ്പിക്കുന്ന കഥകളിയോടെ സപ്തതി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ചെർപ്പളശ്ശേരി ആലുംകുന്ന് പന്നിയംകുറിശി ഈസ്റ്റ് ALP സ്കൂളിൽ നിന്നും 38 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ രാമദാസ് മാസ്റ്റർക്ക് ഹൃദ്യമായ യാത്രയയപ്പ് ഒരുക്കി വിദ്യാലയം. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഷികം ആഘോഷിക്കുന്ന ചെർപ്പളശ്ശേരി ആലിക്കുന്ന് പന്നിയംകുറിശി ALP സ്കൂളിലെ പ്രധാനാധ്യാപകനാണ് രാമദാസ് മാസ്റ്റർ. 38 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനു ശേഷം വിരമിക്കുന്ന രാമദാസ് മാസ്റ്റർക്ക് ഹൃദ്യമായ പരിപാടികളുടെയാണ് വിദ്യാലയം യാത്രയയപ്പ് ഒരുക്കിയത്. ശനിയാഴ്ച രാവിലെ വിദ്യാലയത്തിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട സേവനത്തെ നാം ഓർക്കുകയും അദ്ദേഹത്തിന് ഈ നാടിൻ്റെ ആദരവ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ മഹത്തായ ഒരു ചടങ്ങാണ്. അത്തരമൊരു ചടങ്ങ് എന്ന നിലയിൽ ഈ ചടങ്ങ് മാറട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി എൻ്റേതും ചേർത്ത് ശ്രീ രാമദാസ് മാസ്റ്റർക്ക് എല്ലാ ആശംസകളും നേരാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വിവിധ മത്സര പരീക്ഷകളിലും കായിക വിദ്യാഭ്യാസ മേഖലകളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. 114 വാർഷികം ആഘോഷിക്കുന്ന വിദ്യാലയത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപത്തൂരിൻ്റെ നേതൃത്വത്തിൽ 114 വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുവാനുള്ള പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ബിന്ദു സുകുമാരൻ പതാക ഉയർത്തി. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഷമീജ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഷാജി പാറയ്ക്കൽ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C കമലം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മിനി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT സാദിഖ് ഹുസൈൻ, AO E രാജൻ, BPC NP പ്രിയേഷ്, ട്രെയിനർ ശിവശങ്കരൻ മാസ്റ്റർ, നഗരസഭാ കൗൺസിലർ P വിഷ്ണു, പൂർവ്വ വിദ്യാർത്ഥി സച്ചിദാനന്ദൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജയൻ മാസ്റ്റർ, K മിസാക്ക്, സൽമാൻ തുടങ്ങിയവരും മറ്റ് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. കനത്ത മഴയിൽ മണ്ണൊഴുകിയെത്തി ദേശീയപാത ചെളിക്കുളമായി. മണ്ണാർക്കാട് വിയ്യകുറിശിയിലാണ് സമീപത്ത് നിന്ന് ചെളി ഒഴുകിയെത്തിയത്. ശനിയാഴ്ച പുലർച്ചെ മണ്ണാർക്കാട് ഭാഗങ്ങളിൽ പെയ്ത മഴയിലാണ് മണ്ണ് കുത്തിയൊലിച്ചു വന്നത്. ചെളി മാറ്റുന്നതിനിടെ 20 മിനിറ്റോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഇരുചക്ര വാഹനക്കാർ തെന്നി വീഴാൻ ആരംഭിച്ചതോടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. JCBയുടെ സഹായത്തോടെ മണ്ണ് കോരിമാറ്റി. വട്ടമ്പലത്ത് നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വെള്ളം പമ്പ് ചെയ്ത് റോഡിലെ ചെളി പൂർണ്ണമായും നീക്കം ചെയ്തു. മീനച്ചൂടിനെ തോൽപ്പിച്ച് പെയ്തിറങ്ങിയ വേനൽമഴയ്ക്കും ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് പൂരത്തിൻ്റെ ആവേശം തണുപ്പിക്കാനായില്ല. അതിരുകളില്ലാത്ത ആവേശപ്പെരുക്കത്തിൽ ആര്യങ്കാവിൽ 96 ദശങ്ങളുടെ പൊൻപൂരം പെയ്തിറങ്ങി. ഉഷപൂജ കഴിഞ്ഞതോടെ 101 കതിനവെടികൾ മുഴങ്ങി. പൂതനും തിറയും കുമ്മാട്ടിയും ദേവിയുടെ അപദാനങ്ങൾ വാഴ്ത്തി കാവിലമ്മയ്ക്ക് മുന്നിൽ നിറഞ്ഞാടി. ഭഗവതിക്ക് തിരുവാഭരണം ചാർത്തിയുള്ള പുഷ്പാഞ്ജലിക്കായി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്കെത്തി. കുതിരകളിയുടെ ആവേശത്തിന് തിരികൊളുത്തിക്കൊണ്ട് പൂരത്തിനെത്തുന്ന ഏക പെൺകുതിരയെന്ന ഐതിഹ്യപെരുമയുള്ള മുണ്ടായ കുതിര എറുപ്പ ക്ഷേത്രത്തിന് സമീപമെത്തി പള്ളിമഞ്ചലിൽ വിശ്രമിച്ചതോടെ കുതിരകളിയുടെ ആവേശമായി. പിന്നെ നിരനിരയായി ത്രാങ്ങാലി, മാനന്നൂർ, കള്ളേക്കാട്, ചുടുവാലത്തൂർ, ഷൊർണൂർ, നെടുങ്ങോട്ടൂർ, പനയൂർ, കവളപ്പാറ, കാരക്കാട്, ചെറുകാട്ടുപുലം, കൂനത്തറ തെക്കുമുറി, കൂനത്തറ വടക്കുമുറി കുതിരകളും ത്രാങ്ങാലി വേലയും ക്ഷേത്രത്തിലെത്തി. അപ്പോഴേക്കും വാദ്യവിസ്മയങ്ങൾ ഓരോന്നായി ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. വിശ്രമത്തിനു ശേഷം മുണ്ടായ കുതിരയുടെ വരവ് താലപ്പൊലിയുടെയും മേളത്തിൻ്റെയും അകമ്പടിയോടെയായിരുന്നു. വാണിയംകുളം, കാരക്കാട്, ഇടക്കാട് ഇണക്കാളകളും വിവിധ വേഷങ്ങളും കാവുമുറ്റത്തെ വർണ്ണമനോഹരമാക്കി. രാത്രി നടന്ന വെടിക്കെട്ടോടെ പകൽപൂരത്തിന് സമാപനമായി. ഒരു ഇടവേള കൂടി. മറ്റ് വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ.
ഉയർന്ന ശമ്പളമുള്ള ജോലി ഉറപ്പു നൽകി അലിഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അലൈഡ് ഹെൽത്ത് സയൻസ് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു. മണ്ണാർക്കാട് സനഫ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പാരാമെഡിക്കൽ കരിയർ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് അവസരമൊരുക്കി സ്വദേശത്തും വിദേശത്തും ഉയർന്ന ശമ്പളത്തോടെ ജോലി സാധ്യതയ്ക്ക് അവസരമൊരുക്കി മികച്ച ഫാക്കൽറ്റികളുടെ സേവനം ഉറപ്പുവരുത്തിയാണ് അലിഫ് ഗ്രൂപ്പ് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചത്. അലിഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മിക്കവാറും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. അതിനോടനുബന്ധിച്ചുള്ള മറ്റ് കോഴ്സുകൾ ഇവിടെ വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഏതായാലും മണ്ണാർക്കാട് പരിസരത്തുമൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ തന്നെ കുറഞ്ഞ നിരക്കിലാണ് ഞാൻ പ്രത്യേകം പറയുകയാണ്, കുറഞ്ഞ നിരക്കിൽ തന്നെ ഈ കോഴ്സുകൾ കരസ്ഥമാക്കാനുള്ള അവസരമുണ്ടാകും. ഇവരുടെ വക സ്കോളർഷിപ്പും ഉണ്ട്. എനിക്ക് നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. നേരത്തെ തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ പരിചയമുള്ളവരാണ്. അവരെല്ലാത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു. സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ. 3 വർഷ കോഴ്സുകളായ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, യോഗ ആൻഡ് നാച്ചുറോപ്പതി, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി, ദ്വിവർഷ ഡിപ്ലോമ കോഴ്സുകളായ മെഡിക്കൽ ലബോറട്ടറി, ആക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി, ഫാർമസി അസിസ്റ്റന്റ്, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്നീ കോഴ്സുകൾ ലഭ്യമാണ്. 2 വർഷ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ, ഹ്രസ്വകാല കോഴ്സുകളായ ബിസിനസ് അഡ്മിൻ, HR അഡ്മിൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയിൽ കരിയർ മെച്ചപ്പെടുത്താനും അവസരമുണ്ട്. മണ്ണാർക്കാട് പാരാമെഡിക്കൽ അതുപോലെ ടെക്നോളജി മാനേജ്മെൻറ്റ് മേഖലകളിലൊക്കെ വളരെ മികച്ച വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കോച്ചിങ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അലിഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ഥാപനം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്കുള്ളത് 2 ബ്രാഞ്ചുകളാണ്. അലിഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് അതുപോലെ തന്നെ അലിഫ് ക്യാമ്പസ് ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഉള്ളത് ഒരു അലിഫ് മെഡിക്കൽ എൻട്രൻസ് എക്സാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. 5 ലക്ഷത്തോളം രൂപയാണ് നമ്മളിവിടെ സ്കോളർഷിപ്പായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്കോളർഷിപ്പിൻ്റെ മുഴുവൻ തുകയും ചെയ്യുന്നത് മാനേജ്മെൻറ്റ് തന്നെയാണ്. കാരണം അതുകൊണ്ട് കുട്ടികളിലേക്ക് അത് ഈസി ആയിട്ട് എത്തിച്ചേരാൻ സഹായിക്കുന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൻ്റെ സ്കോളർഷിപ്പ് മാനേജ്മെൻറ്റ് നേരിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മളൊരു മെഡിക്കൽ എൻട്രൻസ് എക്സാം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ആൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നല്ല മാർക്ക് ലഭിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്കായിരിക്കും നമ്മൾ അതിനകത്ത് നിന്ന് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് അതിനനുസൃതമായിട്ടൊരു സിലബസ് ഉണ്ടായിരിക്കും. ആ സിലബസിനകത്ത് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും തിയറി നോളജുകൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം, പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തൊക്കെ സ്കില്ലുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ തിയറി നോളജുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വളരെ കൃത്യമായിട്ടുള്ള മെൻറ്റേഴ്സാണ്. മെൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ അലിഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് പറയുമ്പോൾ മെൻറ്റേഴ്സിന് ഇവിടെ ക്വാളിറ്റി ഉള്ള മെൻറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ആവശ്യാനുസരണ ക്വാണ്ടിറ്റിയിലും ഇവിടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. അവർ നിങ്ങളെ തിയറി നോളേജ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ സ്കില്ല് വർദ്ധിപ്പിക്കാനും സഹായിക്കും. അത്തരത്തിൽ പാരാമെഡിക്കൽ മേഖലയിലേക്കും അതുപോലെ തന്നെ ടെക്നോളജി മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലേക്ക് വളരെ മികച്ച വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ നല്ല ഉദ്യോഗാർത്ഥികളെ സംഭാവന ചെയ്യാൻ അലിഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള കോഴ്സുകൾ മെഡിക്കൽ ലബോറട്ടറി ഡിപ്ലോമ കോഴ്സുണ്ട്, അതുപോലെ തന്നെ ബിവോക്ക് മെഡിക്കൽ ലബോറട്ടറി കോഴ്സുകളുണ്ട്. അതോടൊപ്പം DMLTയോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ANM, DPA, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ പാരാമെഡിക്കൽ മേഖലയിലാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മാനേജ്മെൻറ്റ് മേഖലയൊക്കെ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ജനറൽ ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മൈക്രോസോഫ്റ്റ് പാക്കേജ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളും സ്കിൽ കോഴ്സുകളായിട്ട് ഷോർട്ട് ടേം കോഴ്സുകൾ എന്ന രീതിയിൽ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായി പ്രവേശന പരീക്ഷ നടത്തി മികവ് പുലർത്തുന്നവർക്ക് 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ മാനേജ്മെൻറ്റ് നൽകും. രജിസ്ട്രേഷനായി 7012917241 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. വിദഗ്ധരായ ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ തിയറി, പ്രാക്ടിക്കൽ പഠനം, ഫീസ് മാസത്തവണകളിൽ
വൈഫൈ സൗകര്യമുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ, 100% പ്ലേസ്മെന്റ്, എഡ്യൂക്കേഷൻ ലോൺ സൗകര്യം, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ എൻ ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയായി. മണ്ണാർക്കാട് അലിഫ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ധാരാളം തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകളാണ്. അപ്പോൾ ചെറുപ്പക്കാരായ സംരംഭകരാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. ഈ വേളയിൽ അവർക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ആശംസകൾ അർപ്പിച്ചു. വലിയ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. 1.5 വർഷത്തെ കോഴ്സാണ്. പരിമിതമായ ഫീസാണുള്ളത്. സ്കോളർഷിപ്പ് ഉൾപ്പെടെ അവരതിനുണ്ട്. ഈ ഒരു സൗകര്യം മണ്ണാർക്കാട് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ജോലി സാധ്യതയ്ക്കുള്ള കോഴ്സ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു സ്ഥാപനമാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തണം അഭ്യർത്ഥിക്കണം. അലിഫ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ മുഹമ്മദ് ലഫീഫ് TP, മുഹമ്മദ് ഷാമിൽ CP, മുഹമ്മദ് ഉസാമ TM, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ, MS കലടി കോളേജ് ട്രഷറർ ഷിഹാബുദ്ദീൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും പ്രതിഷേധ പ്രകടനവും നടത്തി. DCC മെമ്പർ PP വിനോദ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P അക്ബർ അലി അധ്യക്ഷനായി. T ഹരിശങ്കർ, KM ഇസാഖ്, VG ദീപേഷ്, M ഗോവിന്ദൻകുട്ടി, വിനോദ് കളത്തൊടി, P ഉണ്ണികൃഷ്ണൻ, KP മുഹമ്മദ് അലി, S രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പാറയിലും കോൺഗ്രസ് പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി. P ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. KK സാജൻ അധ്യക്ഷനായി. K കബീർ, PS രാധാകൃഷ്ണൻ, K സുരേന്ദ്രനാഥ്, KA ബഷീർ, P സൂര്യനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീകൃഷ്ണപുരം ട്രഷറിക്ക് മുന്നിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് U കുഞ്ഞേമു അധ്യക്ഷനായി. VD മണികണ്ഠൻ, VK വാസുദേവൻ, K ശിവദാസൻ, A ജ്ഞാനാംബിക, S മായ, ഓമന ഉണ്ണി, GK ബാബുനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ രണ്ടാം ഊഴത്തിൽ തങ്ങളെ തൊടാൻ 140 സീറ്റിൽ 99 സീറ്റുമുള്ള ഇടതുപക്ഷ മുന്നണിക്ക് ഇനി ഒരു അവിശ്വാസ പ്രമേയം മൂലവും തങ്ങളെ ഭരണത്തിൽ നിറക്കാൻ സാധ്യമല്ല എന്ന അഹങ്കാരത്തിലാണ് 2022 മുതൽ 3 കൊല്ലക്കാലത്തോളമായി അതാത് സമയങ്ങളിൽ തരേണ്ട 2%, 3% എന്ന ചെറിയ ചെറിയ തുകകൾ മനഃപൂർവ്വം തരാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ദുബായിലുള്ള ഇടത്തനാട്ടുകരക്കാരുടെ പൊതുകൂട്ടായ്മയായ പേസ് UAE ഇടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് 1 ലക്ഷം രൂപ കൈമാറി. ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അലി മഠത്തൊടി, ക്ലിനിക്ക് വൈസ് ചെയർമാൻ റഷീദ് ചതുരാല, പേസ് UAE ഭാരവാഹികളായ ഷമീം, CNV സുബൈർ, K റഫീഖ്, ഇർഷാദ്, TR സനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. കോങ്ങാട് കുണ്ടുവംപാടം ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാതുക പൂജ നടത്തി. മേൽശാന്തി കുളങ്കര ഗംഗാധരൻ നായർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മാനേജർ ജിതേഷ്, പാരമ്പര്യ ട്രസ്റ്റി അംഗങ്ങൾ, പുനരുദ്ധാരണ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം.
ഒറ്റപ്പാലം പാലപ്പുറത്ത് വാഹനാപകടം. ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പാലപ്പുറം സ്വദേശി പ്രകാശാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നയാൾക്ക് പരിക്ക്. ട്രെയിൻ യാത്രയ്ക്കിടെ ഒഡീഷ സ്വദേശികളായ ദമ്പതികളുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിയെടുത്ത യുവാവ് കുഞ്ഞുമായി പാലക്കാട് പിടിയിൽ. തമിഴ്നാട് സ്വദേശി വെട്രിവേലാണ് പിടിയിലായത്. ദമ്പതികൾ ഉറങ്ങിയപ്പോഴാണ് കുഞ്ഞിനെ തട്ടിയെടുത്തത്. പെരിന്തൽമണ്ണ കൊടികുത്തിമലയെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ. മലയിൽ ബട്ടർഫ്ലൈ പാർക്ക് കൊണ്ടുവരും. മന്ത്രിയുടെ നേതൃത്വത്തിൽ വനം, പരിസ്ഥിതി, ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ കൊടികുത്തിമല സന്ദർശിച്ചു. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വ്യാപാരിയും CITU തൊഴിലാളികളും തമ്മിലുള്ള തർക്കം. ഒറ്റപ്പാലം താലൂക്ക് സമിതിയിലും ചൂടേറിയ ചർച്ച. സ്ഥാപന ഉടമയ്ക്കെതിരെ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപടിയെടുക്കണമെന്ന് CPM ഏരിയ സെക്രട്ടറി. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനൊരുങ്ങി മണ്ണാർക്കാട് നഗരസഭയും മൂവ് കൂട്ടായ്മയും. ഏപ്രിൽ 12-ന് കുടുംബ മതിൽ തീർക്കും. ലഹരിക്കാരെ പൂട്ടാൻ നേരിട്ടിറങ്ങി അലനല്ലൂർ പാലക്കാഴിയിലെ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ. ഒറ്റപ്പാലത്ത് കൂൾബാറുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. 7 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. ലൈസൻസ് ഇല്ലാത്തതും വൃത്തിഹീനമായി പ്രവർത്തിച്ചവർക്കുമെതിരെയാണ് നടപടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.